പ്രോസ്റ്റേറ്റ് ഇല്ലാത്ത ഒരു മൃഗമുണ്ട്. കണ്ടുപിടിക്കാമോ? കണ്ടുപിടിച്ചോളൂ, ഞാൻ പറയില്ല. എല്ലാരും കൂടി കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോന്റെ താഴെ കൊടുത്താൽ മതി. പ്രോസ്റ്റേറ്റ് ഇല്ലാത്ത ഒരു മൃഗമുണ്ട്, ഒരു ജീവി, ഒരു മനുഷ്യനല്ല, ഒരു ജീവി. അതായത് മനുഷ്യൻ ഇന്നിവിടെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രോസ്റ്റേറ്റ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ പോഡ്കാസ്റ്റിൽ വന്നിട്ട് വളരെ വിഡ്ഢിത്തപരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ ചോദിച്ചത്. പോഡ്കാസ്റ്റ് നടത്തുന്നവരെല്ലാം വിഡ്ഢികളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സൈലന്റ് ആയിട്ട് ക്യാൻസർ ഇങ്ങനെ അവരുടെ ശരീരത്തിലുണ്ട്, പക്ഷെ രോഗി അറിയുന്നില്ല, ഡോക്ടർ അറിയുന്നില്ല, സമൂഹം അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഇദ്ദേഹത്തിന് 45-ാമത്തെ വയസ്സിൽ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വരും എന്നാ പറയുന്നത്. ജനിച്ച ഉടനെയാണ് ഞാൻ പറയുന്നത്, അംബിലിക്കൽ കോഡിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ 45-ാം വയസ്സിൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു 5-ാം വയസ്സിൻ്റെ ഉള്ളിൽ ഇന്ന കാര്യം ചെയ്യണം, ഒരു വാക്സിൻ എടുക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഐഡൻറ്റിക്കലായി ട്വിൻസ് ആയിട്ടുള്ള ഒരാൾക്ക് ക്യാൻസർ വന്നു, അതേ പീരീഡിൽ തന്നെ മറ്റൊരാൾക്കും സ്ക്രീൻ ചെയ്തപ്പോൾ ക്യാൻസർ വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ സർ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖങ്ങളെ കുറിച്ചിട്ടാണ്. അതിൻ്റെ മുന്നേ എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പ്രോസ്റ്റേറ്റിന് ഈ അസുഖം തരാമെന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടോ ശരീരത്തിൽ? യെസ്, അതായത് പ്രോസ്റ്റേറ്റ് എന്നുള്ള വാക്ക് കാരണം ഞാൻ എന്തുകൊണ്ടാണ് സാറോട് ചോദിക്കുന്നതെന്ന് ഞാൻ പറയാം. ഈ പ്രോസ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ നെഗറ്റീവ് വേർഡുകളാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ബിനൈൻ പ്രോസ്റ്റേറ്റ്, എന്താണ് പ്രോസ്റ്റേറ്റോമെഗാലി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോസ്റ്റേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ പ്രോസ്റ്റേറ്റിന്റെ ആക്ച്വൽ യൂസ് എന്താണെന്നുള്ള ആ ഒരു പ്രോസ്റ്റേറ്റ് എന്നുള്ള വാക്ക് പറയുന്നത് ഒരു നല്ലൊരു വേറൊരു ഭാഷയിൽ നിന്ന് ഉടലെടുത്തതാണ്. ഓക്കെ, ദ പ്രൊട്ടക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാറ്റിൻ വേർഡ് അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. മനുഷ്യരാശി എങ്ങനെയാണ് ഉണ്ടായത്? 2-3 എവല്യൂഷൻ തിയറി ഉണ്ട്, മതങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതി. അതെല്ലാം വേറെയുള്ള സംഭവങ്ങൾ. ഞാൻ അതിനെ പറ്റിയിട്ടല്ല ചോദിച്ചത്, ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചാണ്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? മനുഷ്യനുണ്ടായത് പ്രോസ്റ്റേറ്റിന്റെ ജ്യൂസ് കുടിച്ച് വളർന്ന ബീജം സ്ത്രീയിൽ നിക്ഷേപിച്ചിട്ടാണ്. അതാണല്ലോ അതിന്റെ സയൻസ്. അപ്പോൾ ആ ജ്യൂസാണ് ദ പ്രൊട്ടക്ടർ ഓഫ് ഹ്യൂമൻ റേസ്, ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ റേസ്. അപ്പോൾ എൻ്റെ ഈ ഉത്തരത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായി. അതായത് മനുഷ്യൻ ഇന്നിവിടെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രോസ്റ്റേറ്റ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ പോഡ്കാസ്റ്റിൽ വന്നിട്ട് വളരെ വിഡ്ഢിത്തപരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ ചോദിച്ചത്. പോഡ്കാസ്റ്റ് നടത്തുന്നവരെല്ലാം വിഡ്ഢികളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതാണ്. അതുകൊണ്ട് മനുഷ്യ ജന്മങ്ങളെല്ലാം, അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റിൽ നിന്നാണ്. ഉദാഹരണമായിട്ട് നമ്മൾ തലക്കാവേരി, കാവേരി റിവർ ഉണ്ടല്ലോ, ആ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം പോയാൽ അതിൻ്റെ ഒറിജിൻ കാണാം അല്ലേ? എന്നമാതിരി മനുഷ്യരാശി ഉടലെടുത്തത് പ്രോസ്റ്റേറ്റിൽ നിന്നാണ്. കാരണം വെറും ടെസ്റ്റിസും ബാക്കിയുള്ള അവയവങ്ങളൊന്നും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പ്രോസ്റ്റേറ്റിൻ്റെ ജ്യൂസ് കുടിച്ച് മത്തായിട്ടുള്ള ബീജമാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അഗ്രഷൻ വരണം ആ ബീജത്തിന്. അപ്പോൾ ആ ബീജത്തിൻ്റെ അഗ്രഷൻ കൊണ്ടാണ് നമുക്ക് കുട്ടികളുണ്ടാവുന്നതല്ലേ മനുഷ്യനുണ്ടാവുന്നത്. സത്യം, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് പ്രൊട്ടക്ടറാണ് ഹ്യൂമൻ ലൈഫിന്. അപ് ടു ഏത് ഏജ് വരെ? 50 വയസ്സ് വരെ. 50 വയസ്സ് കഴിഞ്ഞാൽ ഇയാൾക്ക് അസുഖം തുടങ്ങും, ഇളക്കം തുടങ്ങും. 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സുള്ളവർക്ക് കുട്ടികളുണ്ടാവും, അത് വേറെ വിഷയം. പക്ഷേ ഇദ്ദേഹത്തിന് പ്രശ്നങ്ങൾ തുടങ്ങും. എന്താണ് പ്രശ്നം വരുന്നത്? ഇദ്ദേഹം പതുക്കെ അങ്ങ് വളരാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് അദ്ദേഹം വളരുന്നത്? 50 വയസ്സാകുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള പുരുഷ ഹോർമോൺ, പുരുഷന് കുതിരശക്തി കൊടുക്കുന്ന ഹോർമോണിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ് ഇദ്ദേഹത്തിന് മാറ്റം വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ ഗ്ലാൻഡുകളും ക്യാപ്സ്യൂളും, ഓറഞ്ച് മാതിരി സങ്കല്പിക്കുക. ഓറഞ്ചിൻ്റെ നടുവിലുള്ള ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഹോളിലൂടെയാണ് നമ്മൾ മൂത്രമൊഴിക്കുന്നത്. ഓറഞ്ചിൻ്റെ നടുക്കൊരു ഡ്രില്ല് വെച്ചിട്ട് ഒരു ഹോൾ ഇടുന്നു വിചാരിക്കുക, അതിലൂടെയാണ് മൂത്രമൊഴിക്കുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് പല ചേഞ്ചസ് വരാൻ തുടങ്ങും. തൊലിക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. അതിൻ്റെ ഉള്ളിലെ ഗ്ലാൻഡ് ഉണ്ട്, അതിന് നിൽക്കുന്ന നാരുകളുണ്ട്, ഫൈബറുകളുണ്ട്. ഇതിനെല്ലാം ഒരു ബാലൻസ് തെറ്റാണ്. ഒരു തരം ഭ്രാന്ത് പിടിച്ച മാതിരിയാവാണ്. ആ ഭ്രാന്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് വളർന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങനെ സൈലൻ്റായിട്ട് പോകും. ചില ആൾക്കാർക്ക് ഈ മൂത്രനാളത്തിലേക്ക് ഇത് വളർന്നുകൊണ്ട് മൂത്ര തടസ്സമായിട്ട് വരാൻ തുടങ്ങും. അവിടെയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. അവിടെയാണ് രോഗി അറിയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ പുറത്തേക്ക് വളരുന്ന, ഇപ്പോൾ നമ്മൾ റോഡിലൂടെ നടക്കുന്ന ഒരു 200 പേരെ നോക്കി കഴിഞ്ഞാൽ 100, 150, 200 ഗ്രാം പ്രോസ്റ്റേറ്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ 200 പേരിലുള്ള 200 ഗ്രാം 300 ഗ്രാം ആയിട്ടുള്ള പ്രോസ്റ്റേറ്റിന് ചിലപ്പോൾ ഒരു സിംറ്റം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതേസമയം നിരുപദ്രവകാരിയായ 10 ഗ്രാം പ്രോസ്റ്റേറ്റ് ആയിട്ട് നടക്കുന്ന മനുഷ്യനായിരിക്കും ഒരു ദിവസം മൂത്രം ബ്ലോക്കായിട്ട് സർ മൂത്രം പോകുന്നില്ല, ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു വരുന്നത്. മനസ്സിലായി? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു ഒരു സ്റ്റഡി കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവസാനിപ്പിക്കാം. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20% ആൾക്കാർ 80 വയസ്സിന് ശേഷം ഒരു സ്റ്റഡി നടത്തിയതാണ്. നമ്മുടെ രാജ്യത്തൊന്നും ഇത് പോസിബിൾ അല്ല. അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ 80 വയസ്സിന് ശേഷമുള്ള എല്ലാ മരിക്കുന്ന ആൾക്കാരെയും എന്ത് അസുഖം കൊണ്ട് ഉണ്ടോ മരിച്ചോട്ടെ, പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം കൊണ്ടല്ല മരിക്കുന്നത്, ഹാർട്ട് അറ്റാക്കായിട്ട് അല്ലെങ്കിൽ ലിവർ ഫെയിലറായിട്ട്, അവരുടെ എല്ലാം പ്രോസ്റ്റേറ്റ് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ 20% ആൾക്കാർക്കായിട്ട് എന്ന് തോന്നുന്നു, ആ പെർസെൻറ്റേജ് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ സൈലൻ്റായിട്ട് ക്യാൻസർ ഇങ്ങനെ അവരുടെ ശരീരത്തിലുണ്ട്, പക്ഷേ രോഗി അറിയുന്നില്ല, ഡോക്ടർ അറിയുന്നില്ല, സമൂഹം അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. എന്നാൽ അത് വിചാരിച്ചിട്ട് ഈ ഇത്രയും ശതമാനം ആൾക്കാർ അത് സൈലൻ്റായിട്ടുള്ള ഈ മെഡിക്കൽ ഫീൽഡ് അനാവശ്യമായിട്ട് ഇതിന് പ്രൊപ്പഗാൻഡ കൊടുത്ത് ക്യാൻസർ പ്രോസ്റ്റേറ്റിന് ഫോട്ടോ കണ്ടുകൊടുത്ത് ഇവരെല്ലാം പിടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു വാദമുണ്ട്. അതിന് എന്താ വാദം തിരിച്ചെന്ന് പറയുകയാണെങ്കിൽ, ഈ ബോണിലേക്ക് സ്പ്രെഡാവുന്ന പ്രോസ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് സ്റ്റേജ് ഡി, മെറ്റാസ്റ്റേറ്റിക്. ആ സ്റ്റേജ് ഡിയിലുള്ള ക്യാൻസർ 14-15 വർഷമായിട്ടും ഒരു ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാതെ എന്നെ ഡെയിലി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയം ഈ സ്റ്റേജ് ഡി എന്നറിഞ്ഞ് 5-6 മാസം കൊണ്ട് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ഡി ആയിട്ടുള്ള എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഇതേ എത്ര ദിവസം ജീവിക്കുന്നു പറഞ്ഞു. സർ, ആ ചോദ്യത്തിൽ ജസ്റ്റ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. എൻ്റെ ഫ്രണ്ട് മസ്കറ്റിലുള്ള പുള്ളിയുടെ ഫാദർ ഇവിടെ കാലിക്കറ്റിൽ വന്ന സമയത്ത് ഭയങ്കര ഡിവാസ്റ്റേറ്റഡ് ആയിട്ട് വന്നത്. അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ജീവിതം മടുത്ത മാതിരി. അപ്പം എന്താ കാരണം എന്ന് വെച്ചപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു തലയുടെ ഉള്ളിൽ മെറ്റാസ്റ്റാറ്റിസ് ക്യാൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ അസ്യൂം ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് സാർ ഈ പറഞ്ഞ, ഞാൻ ആ ഒരു വേർഡുമായിട്ട് മാച്ച് ചെയ്യാണ്, ഈ ബോൺ ലീഷൻ. അപ്പോൾ ആ ബോൺ ലീഷൻ ഉള്ളത് സ്കള്ളിൻ്റെ ഉള്ളിലായിരുന്നു ലീഷൻ. അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ഡോക്ടറുടെ ബുദ്ധിമുട്ടാണോ എന്താണോ അറിയില്ല, അവരോട് പറഞ്ഞു ബ്രെയിനിലേക്ക് ബാധിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഹീസ് ഇപ്പോൾ 4 വർഷമായിട്ട് ആള് നല്ല ഉഷാറായിട്ട്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിലർക്ക് അങ്ങനെ ഉണ്ടാകുന്നു, ചിലർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു? ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആയിട്ടുള്ള 4 മക്കളുടെ ആയുസ് ഒരുപോലെയാണോ? എന്തുകൊണ്ടല്ലാത്തത്? അവരെല്ലാം ഒരേ അച്ഛനും അമ്മയും ജനിച്ചാണ്. എന്തുകൊണ്ടാവാത്തത്? അതായത് ഒരു വേർഡ് ഉദാഹരണത്തിന് താങ്കളുടെ പേര് തന്നെ എടുക്കാം, അതിൻ്റെ സ്പെല്ലിങ് ഏതൊക്കെ തരത്തിൽ എഴുതാം? മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം. അങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ എത്ര ലെറ്ററിൽ എഴുതാം? പല രീതിയിൽ എഴുതാം. അല്ലേ? ഒരു എൻ്റെ ഉമ്മ എന്നെ വിളിക്കുന്നത് വേറെയാണ്, ഉമ്മ എന്നെ വിളിക്കുന്നത് അരീഫ് എന്നാണ്, പിന്നെ വേറെ ആൾക്കാർ വിളിക്കുന്നത് അരീഫ് can be spelled as ARIF. അതെ, AREEF is also Arif. ചില ആൾക്കാർ ARIF ഡബിൾ എഫ് ഇടും, ഇല്ലേ? എന്ന മാതിരിയാണ് മനുഷ്യൻ്റെ DNA സീക്വൻസിൻ്റെ ഒരു പ്രത്യേകത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിക്കൽ ട്വിൻസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ARIF ആണ് ഒരാളെങ്കിൽ മറ്റേ ARIF ആണ്. ദേ ആർ കോൾഡ് ഐഡൻറ്റിക്കൽ ട്വിൻസ്. എനിക്ക് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഐഡൻറ്റിക്കലായ ട്വിൻസ് ആയിട്ടുള്ള ഒരാൾക്ക് ക്യാൻസർ വന്നു, അതേ പീരീഡിൽ തന്നെ മറ്റേയാൾക്കും സ്ക്രീൻ ചെയ്തപ്പെട്ട് ക്യാൻസർ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ശാസ്ത്രം എന്താ ശ്രമിക്കുന്നതെന്നറിയോ? ജനിക്കുമ്പോൾ ഈ മാപ്പിംഗ് ചെയ്യുക, ഈ ARIF എന്നുള്ള ആ സ്പെല്ലിങ്ങുകൾ, അതിൻ്റെ ഒരു വലിയൊരു എക്സ്പാൻഷനുണ്ട്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പാൻഷനാണ്. അതിൽ ഓരോ ക്രോമോസോമിൻ്റെയും ഷോർട്ട് ആം ലോങ് ആം അതിൻ്റെ സീക്വൻസ് സ്പെല്ലിംഗ് വായിച്ചെടുത്ത് ഇദ്ദേഹത്തിന് 45-ാമത്തെ വയസ്സിൽ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വരും എന്നാ പറയുന്നത്. ജനിച്ച ഉടനെയാണ് ഞാൻ പറയുന്നത്, അംബിലിക്കൽ കോഡിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ 45-ാം വയസ്സിൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു 5-ാം വയസ്സിൻ്റെ ഉള്ളിൽ ഇന്ന കാര്യം ചെയ്യണം, ഒരു വാക്സിൻ എടുക്കണം. അപ്പോൾ ഈ 45 വയസ്സിൽ ഈ വരുന്ന ഗ്രോത്തിനെ നമ്മൾ ഇത് ചെയ്യുന്ന, നമ്മുടെ പ്രശസ്തരായ ഹോളിവുഡ് ഇതിലൊക്കെ ചില കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രൊഫൈലാറ്റിക് ആയിട്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ ഇത് ചെയ്തു. അതാണ് ശാസ്ത്രം. അതെ, ശാസ്ത്രം അതാണ്. അപ്പോൾ അതേമാതിരിയുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതിനെതിരെ വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുമോ, ഇത് നേരത്തെ അറിയാൻ പറ്റുമോ, ഇത്ര വയസ്സിലുണ്ടെന്ന്. അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത്. നമ്മളായിരിക്കില്ല അതൊന്നും കണ്ടുപിടിക്കുന്നത്, എങ്കിലും നമ്മളാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ്. അതെ, അതാണ് അതിൻ്റെ കാര്യം. അപ്പം സാർ അതാ പറഞ്ഞു. അപ്പം ഇപ്പം പ്രോസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ സാറോട് പറഞ്ഞ പോലെ ഇപ്പോൾ തെറ്റിദ്ധാരണ മാറി. അപ്പം ഇതായിരുന്നു ഇതുവരെയുള്ള ഒരു ധാരണ, അതായത് ഇങ്ങനെ ഒരു ഓർഗൻ എന്തിനാണെന്നുള്ള ഇപ്പം മനസ്സിലാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ സാറ് പറഞ്ഞു 50 വയസ്സ് കഴിയുന്നതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറുക. ഈ ഞാൻ ഹോംവർക്കായിട്ട് തിരിച്ചൊരു ഇത് തരാം. പ്രോസ്റ്റേറ്റ് ഇല്ലാത്തൊരു മൃഗമുണ്ട്, കണ്ടുപിടിക്കാമോ? കണ്ടുപിടിച്ചോളൂ, ഞാൻ പറയില്ലേ. എല്ലാവരും കൂടി കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോന്റെ താഴെ കൊടുത്താൽ മതി. പ്രോസ്റ്റേറ്റ് ഇല്ലാത്ത ഒരു മൃഗമുണ്ട്, ഒരു ജീവി, മനുഷ്യനല്ല, ഒരു ജീവി.
ഓക്കെ എന്തായാലും പ്രോസ്റ്റേറ്റ് ഇല്ലാത്ത മനുഷ്യനുണ്ട് കേട്ടോ. ഒരു കഞ്ചനറ്റൽ അബ്നോർമാലിറ്റി ആയിട്ട് പ്രോസ്റ്റേറ്റ് അനോമലി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇതുണ്ട്. ജെൻഡറിൽ മിക്സഡ് ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ ഈ ജെൻഡറിൽ വരുന്ന ഒരു പ്രധാന ഒരു ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തിട്ട്, അല്ലാതെ ഒരു ക്വിസ് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായി. ഈ ഇന്റർസെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ സംഭവമുണ്ട്. അവർക്ക് യൂട്രസ് ഉണ്ടാവും, പ്രോസ്റ്റേറ്റ് ഉണ്ടാവില്ല. പുറത്തേക്ക് ഉണ്ടാവും, ടെസ്റ്റിസ് ഉണ്ടാവും, പെനിസ് വളരെ ചെറുതായിരിക്കും. അവരാണ് നമ്മൾ ഈ ജെൻഡർ സർജറി ചെയ്യുന്നത്. മനസ്സിലായി. നോട്ട് ടു ഫാൻസി ആയിട്ട് ജെൻഡർ സർജറി ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓറിയന്റേഷൻ മെഡിക്കലായിട്ട് അവർക്ക് സോഷ്യൽ റെക്കഗ്നീഷനും സോഷ്യലി ഇതായിട്ടും ഇടപെടാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ യൂറോളജി പെട്ട ഒരു സംഭവമാണ്. ഓഫ് കോഴ്സ് പ്ലാസ്റ്റിക് സർജൻ്റെ ഒരു ഹെൽപ്പും കൂടി വേണ്ടി വരും. ഈ സംഭവത്തെ ഫ്ലാപ്പൊക്കെ ഉണ്ടാക്കി പെനീസൊക്കെ ഉണ്ടാക്കുന്നതിന് യൂട്രസ് റിമൂവ് ചെയ്യണം. അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ തന്നെ യൂറോളജിയിലെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് ഈ സെക്സ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ഇൻ്റർസെക്ഷനിൽ. അവർക്ക് പ്രോസ്റ്റേറ്റ് ഇല്ല. പ്രോസ്റ്റേറ്റ് ഇല്ല, അതുകൊണ്ട് പറ്റില്ല. എന്നാൽ പ്രോസ്റ്റേറ്റ് ഉള്ള ഇൻ്റർസെക്സുകളുണ്ട്. മനസ്സിലായോ? സോ അപ്പോൾ ഇത് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. മനസ്സിലായി.